ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളിത് ഈ കാണുന്ന വീഡിയോസൊക്കെ റീൽസിലും അതുപോലെ ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിറയെ പിമ്പിൾസ് ഉള്ള ആളുകളെ പെട്ടെന്ന് നല്ല കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോലത്തെ സ്കിന്ന് കൊണ്ടുവരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കാണുന്നതാണ് ഈ ഒരു ട്രെറ്റിനോയിൻ. ഇതിപ്പോൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാവോ, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നല്ല ഇൻഗ്രീഡിയൻ്റ് ആണോ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തേക്കാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ട്രെറ്റിനോയിൻ എന്നുള്ളത് നോക്കാം. ഇതൊരു വിറ്റമിൻ എ ആണ്. നമ്മുടെ റെറ്റിനോൾ ഇല്ലേ, റെറ്റിനോൾ പോലെ ഉള്ളതാണ്. പക്ഷേ റെറ്റിനോളിനെക്കാട്ടിലും കുറച്ചും കൂടി സ്ട്രോങ്ങും കുറച്ചും കൂടി ഹാർഷും കുറച്ചും കൂടി പോട്ടൻറ്റുമാണ്. നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളിങ്ങനെ റെറ്റിനോൾ യൂസ് ചെയ്യണ പോലെയോ നയാസിനമൈഡ് യൂസ് ചെയ്യണ പോലെയോ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണ പോലെയോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഫാർമസി പോയിട്ട് മേടിച്ച്, അങ്ങനെ ഇപ്പം മേടിക്കാനായിട്ട് അവൈലബിൾ ആണ്, പക്ഷെ അങ്ങനെ മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ട് മാത്രം വേണം ഇത് യൂസ് ചെയ്യാൻ. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേന്നുള്ളത് പറയാം. നമ്മളുടെ സ്കിന്നിൽ ആക്നീസ് ഉണ്ട്, നിറയെ പിമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ പോഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഭയങ്കര ടെക്സ്ചർനെസ് ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിനെ നല്ലോണം എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ആ ഒരു സെൽ റിന്യൂവൽ കൂട്ടും. നമുക്ക് എല്ലാവർക്കും തന്നെ സ്കിന്ന് പൊഴിഞ്ഞു പോകാറുണ്ട് ഇന്ന് ഇത്ര ദിവസം കഴിയുമ്പോൾ. ആ ഒരു റിന്യൂവൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കും. നമ്മുടെ ഈ വിറ്റമിൻ സിയോ നയാസിനമൈഡിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടും. കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലൊരു പ്ലംഡ് ആയിട്ട് ഒരു യൂത്ത്ഫുൾ ലുക്ക് നമുക്ക് സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം കൊള്ളാലോ, ഇതൊന്നും ഒന്ന് മേടിച്ച് യൂസ് ചെയ്താലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സുകൾ പറയാം. ഇത് നമ്മൾ കറക്റ്റ് രീതിയിലല്ല യൂസ് ചെയ്യണേന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് പീലായി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ ഇപ്പോൾ എന്താണ് നയാസിനമൈഡോ അതല്ലെങ്കിൽ നമ്മൾ സാലിസിലിക് ആസിഡോ ഒക്കെ ഇടുമ്പോഴേക്കും വരുന്ന ആ ഒരു പീലിംഗ് ഇല്ലേ, ഇല്ലെങ്കിൽ AHA പീല് അതൊക്കെ ഇടുമ്പോൾ വരുന്നൊരു പീലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പീലിംഗ് അല്ല, നമ്മുടെ തൊലി അപ്പാടെ പൊളിഞ്ഞു പോരും. അങ്ങനത്തെ പീലിംഗ് ആണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോഴേക്കും ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ സ്കിന്ന് ഡോക്ടർ നമ്മളുടെ സ്കിന്നിനനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് അല്ല നമ്മൾ ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലോണം നമ്മുടെ സ്കിന്ന് റെഡായിട്ട് കുമള പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊരു സൈഡ് എഫക്റ്റ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത് യൂസ് ചെയ്യണത്, നമ്മൾ പിമ്പിൾസ് ഒക്കെ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരട്ടി പിമ്പിൾസ് വരാനുള്ള കാര്യമാകും നമ്മൾ കറക്റ്റ് രീതിയിലല്ല യൂസ് ചെയ്തേക്കണമെങ്കിൽ. പിന്നെ നിങ്ങൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ ഇരിക്കണ പോലെ റിംഗ് ലൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് കറക്റ്റ് രീതിയിലല്ല ഇട്ടിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിംഗ് ലൈറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് മാത്രം മതി നമ്മളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാക്കാനും നമ്മുടെ സ്കിന്നിനെ ഡാർക്ക് ആക്കാനും. നമ്മുടെ സ്കിന്ന് വെയിലത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ട്യൂബ് ലൈറ്റ് ഉണക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വെട്ടം തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ബേണിങ്ങും അതുപോലെ സ്കിന്ന് ഡാർക്കൻ ആക്കാനുമായിട്ട് കാരണമാകും. ഇനി ആർക്കൊക്കെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നോക്കിയാലോ. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളുകളാണ്, പിന്നെ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള അലർജീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലവർക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജീസ് ഉണ്ടാകുന്ന കൂട്ടത്തിലല്ലേ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. പിന്നെ കുട്ടികൾ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആരും തന്നെ ഇത് യൂസ് ചെയ്യരുത്. അതിന് മേലുള്ളവർ യൂസ് ചെയ്യേണ്ട. എനിക്കൊരു മെസ്സേജ് വരും കേട്ടോ, ഈ ടീനേജ് പിള്ളേരുടെയൊക്കെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യട്ടെ ചേച്ചി, എൻ്റെ മുഖത്ത് നിറയെ ഫേസിലും ഫുള്ള് പിമ്പിൾസ് ആണ്. അപ്പം ഞാൻ വിചാരിക്കും ഇവർ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കണതെന്ന്. ആക്ച്വലി നിങ്ങൾ എല്ലാം നമ്മുടെ ഈ നമുക്കിങ്ങനെ കൗണ്ടർ ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമുക്കിങ്ങനെ ആരുടെയും കൺസൾട്ടേഷനോ ഇല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനോ ഒന്നും വേണ്ടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അതല്ലാതെ നിങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്യരുത്. കാരണം ഇത് പ്രഗ്നൻസി സേഫ് അല്ല. എന്നോട് കുറച്ചിങ്ങനെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പ്രഗ്നൻസി സേഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ്സ് നമ്മൾ വെളിയിലിടുന്നതല്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അപ്പം ഇട്ടാൽ എന്താണ് പ്രശ്നം, എങ്ങനെയൊക്കെയുള്ള കമൻറ്റ്സ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെളിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇവരെല്ലാവരും പറയുമായിരിക്കും വെളിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഇത്ര ലെവലിലോട്ടേ പോളോ അത് കഴിഞ്ഞിട്ട് ഇറങ്ങത്തില്ലെന്ന്. പക്ഷേ
ചില പ്രോഡക്റ്റുകൾ അതിൻ്റെ മോളിക്യൂൾ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് കൂടെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഇറങ്ങും. അങ്ങനെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് നമ്മുടെ ഓൾ ഓവർ ബോഡി പോണതല്ലേ, അപ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ സാധ്യത ഉള്ള വളരെ പോയിന്റ് ചെറുതെന്നാണ് ഇവർ പറയണത്. ഇനിയിപ്പോൾ കണ്ടുപിടുത്തങ്ങൾ കഴിയുമ്പോഴേക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ അല്ലാതെ ഇടുന്ന പ്രോഡക്ട്സ് തന്നെ എത്രത്തോളം അബ്സോർപ്ഷൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇതാണെന്നുണ്ടെങ്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ളവർ യൂസ് ചെയ്യരുതെന്ന്. അപ്പോൾ അതിലൊരു സാധ്യത എന്തായാലും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഇറങ്ങും. അത് നമ്മുടെ കുട്ടിക്ക് ദോഷമാണ്. നമ്മുടെ കുട്ടി നമ്മളുടെ ബ്ലഡിൽ നിന്നൊക്കെ ഉള്ള സംഗതികളാണല്ലോ എടുക്കണത്. കുട്ടിയുടെ ഓർഗൻസ് വെളിയിൽ വന്നാലല്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിലുള്ള കെമിക്കൽസും അതുപോലെ ആ സംഗതികളൊക്കെ കുട്ടീനെ നശിപ്പിക്കാൻ തക്കവണ്ണ ബലമുള്ള ഐറ്റംസ് ആണ്. അപ്പം അതുകൊണ്ടിട്ടാണ്, എന്ന് വെച്ചാൽ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ പോയിന്റ് കുറവായിരിക്കും സാധ്യത ഉള്ളത്. എന്നാൽ പോലും എന്തിനാ നമ്മൾ നമ്മുടെ കുട്ടീനെ വെച്ചിട്ട് റിസ്ക് എടുക്കണേ? അപ്പം അത്രയും ഓപ്ഷൻ ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന അത്രയും നാൾ മാത്രം യൂസ് ചെയ്തിരുന്നാൽ മതി. ചിലവരൊക്കെ ഇങ്ങനെ ഫുൾ ടൈം യൂസ് ചെയ്യാം, ലൈഫ് ലോങ് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈഫ് ലോങ്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സാധനവും നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. നിങ്ങളുടെ സ്കിന്ന് റിവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾ സൺബേൺ ആയിട്ടുള്ള ആളുകളാണ്, അതായത് ഭയങ്കരമായിട്ട് പൊള്ളലേറ്റിരിക്കുന്ന ആളുകളാണ്, ഇങ്ങനെ വെയിലൊക്കെ അടിച്ച് ഭയങ്കര നമുക്കൊരു പുകച്ചിലൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്. ഇത് നമുക്ക് ഇന്റേർണലി കഴിക്കണ മെഡിസിൻ ആയിട്ടും കിട്ടും, എക്സ്റ്റേർണലി അപ്ലൈ ചെയ്യുന്നതായിട്ടും കിട്ടും. ഇന്റേർണലി കഴിക്കുന്നതാണെങ്കിലാണ് കുറച്ചും കൂടി ഇങ്ങനെ നമ്മുടെ ഓർഗൻസിനും അങ്ങനത്തെ പ്രഗ്നൻസിനൊക്കെ എഫക്ട് ചെയ്യുക. ബട്ട് ഓൾസോ നമ്മൾ എക്സ്റ്റേർണലി അപ്ലൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ചെറിയ ശതമാനത്തിൽ അബ്സോർപ്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഈ ബ്ലഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവർ, കിഡ്നി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പ്രശ്നം വരും. എനിക്കൊരു ഡോക്ടർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും വീഡിയോയിൽ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 months ബാക്ക് ആണ് കേട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ ലിവറിനോ കിഡ്നിക്കോ എന്തോ ഇഷ്യൂ ആയിട്ടാണ് വന്നത്. പക്ഷെ ആ കുട്ടി ഇങ്ങനെ കുടിക്കോ അതല്ലെങ്കിൽ അങ്ങനെ കിഡ്നിക്കോ ലിവറിനോ കംപ്ലൈന്റ് ആകത്തക്ക വണ്ണമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് ഒന്നും ആ കുട്ടിക്കില്ല. ചെറിയ പ്രായമുള്ളൊരു കുട്ടിയാണെന്ന് കേട്ടോ പറഞ്ഞേ. ഞാൻ നിങ്ങളെല്ലാവരും പേടിപ്പിക്കുന്നല്ലേ. പക്ഷേ ഇവരിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ കുട്ടി ബോട്ടോക്സോ കെറാട്ടിനോ ഏതോ ഒരെണ്ണം ചെയ്യും എന്നുള്ളത് കണ്ടുപിടിച്ചത്. അങ്ങനെ 2 തവണ അത് ചെയ്തു. അത് ചെയ്തത് കൊണ്ട് ആ കെമിക്കൽസ് നമ്മുടെ ഈ ഹെയർ സ്ട്രാൻഡ്സിലൂടെയാണോ സ്കാൽപ്പിലൂടെയാണോ എങ്ങനെയോ നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഇറങ്ങിയിട്ട് അതിന് കിഡ്നിക്ക് ഇഷ്യൂ ഉണ്ടായെന്ന് ഇതെന്നോടൊരു ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെളിയിൽ നിന്ന് ഉപയോഗിക്കുന്ന സംഗതികൾ മാക്സിമം നമ്മളുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആക്കണതാണ് നല്ലത്. കണ്ടിന്യൂസ്ലി ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവണേ. അപ്പം ഇത്രയും നേരം ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് മുൾമുനിയിൽ നിർത്തിയതല്ലേ. ഇനി കുറച്ച് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇനി നിങ്ങൾക്ക് സ്കിന്നിൽ ചിലവർക്കെന്ന് പറഞ്ഞാൽ നിറയെ പിമ്പിൾസ് ഉണ്ടാവും. ഇങ്ങനത്തെ ക്രീംസ് ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ 1-2 ക്രീംസ് ഇല്ലെങ്കിൽ 1-2 ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അബ്സല്യൂട്ട്ലി നോർമലാണ് കേട്ടോ. എല്ലാ മനുഷ്യന്മാർക്കും 1-2 കുരുക്കളും കുറച്ച് പാടുകളും ഒക്കെ ഉണ്ടാകും. ഇങ്ങനത്തെ ക്രീംസ് ഏത് ആളുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എക്സ്ട്രീംലി നല്ലോണം കുരുക്കൾ വരുന്നവർ. ചിലവർക്ക് ഫുൾ സ്കിന്ന് നിറച്ച് പിമ്പിൾസ് വരും. എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറില്ല. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം റിസൾട്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് എമൗണ്ടിൽ എടുത്ത് യൂസ് ചെയ്യേണ്ട. മാത്രമല്ല ഇത് രാത്രിയിൽ മാത്രം യൂസ് ചെയ്തിരുന്നാൽ മതി. കാരണം ഇത് ഭയങ്കര ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൺ എക്സ്പോഷർ കൊണ്ടുകഴിഞ്ഞാൽ നല്ലോണം ടാൻ ആവുന്നില്ല, സ്കിന്ന് നല്ല ഡാർക്കായിട്ട് ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ആഴ്ചയിൽ 1 തവണ ആദ്യമേ യൂസ് ചെയ്യുമ്പോഴേക്കും വളരെ കുറച്ച് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യണേന്ന് നോക്കിയിട്ട് എന്നിട്ട് വീക്ക്ലി 2 തവണ ആക്കാം.
പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം ഇത് നല്ലോണം ഡ്രൈ ആക്കും നമ്മുടെ സ്കിന്നിനെ. ഡ്രൈ ആക്കുന്നത് കൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ആ ഡ്രൈനെസ് വരാതിരിക്കുമല്ലോ. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ പീലായി പോണ ഭാഗം റെഡ് ആയിട്ടുള്ള ഭാഗം ഡാർക്കൻ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ വേറെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടും ചിന്തിക്കേണ്ട. വിറ്റമിൻ സിയോ നയസിനമൈഡോ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആയിക്കോട്ടെ, ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അതുള്ള സൺസ്ക്രീൻ പോലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം. അപ്പം അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത പ്രോഡക്ട്സ് വേണം. മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ. പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക്കലി പെട്ടെന്ന് ഒരു ദിവസം ഒന്നും മാറുന്നതല്ല, കുറച്ച് സമയം എടുക്കും. എല്ലാ പ്രോഡക്ട്സും പോലെ തന്നെ ബാക്കിയുള്ള പ്രോഡക്ട്സുകളെക്കാട്ടിൽ കുറവായിരിക്കും സമയം, എന്നാൽ പോലും ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുക. പിന്നെ ചിലപ്പോൾ പേർജിങ് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോഴേക്കും വരുന്നത് പോലെ പേർജിങ് വരാം. അതായത് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നല്ലോണം പിമ്പിൾസ് കൂടിയിട്ടായിരിക്കും കുറയണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അവരോട് ഇപ്പം ഒരു 1-2 പിമ്പിൾസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം, ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ നിങ്ങൾക്ക് സ്കിന്നിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറോട് ചോദിക്കുക. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്കിത് ഭയങ്കര വേഴ്സൺ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് വേഴ്സൺ ആവത്തില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഫാർമസി, എനിക്ക് തന്നെ കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി കമൻറ്റ് വരാറുള്ളതാണ്, ചേച്ചി ഫാർമസി പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യൂ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ എന്ന്. ഞാനത് റിവ്യൂ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ എന്താണ്, നമ്മൾ ഈ ഫാർമസി പ്രോഡക്ട്സും അല്ലാത്തുള്ള പ്രോഡക്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര വില കുറവായിരിക്കും ഫാർമസി പ്രോഡക്ട്സിന്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഫാർമസി പ്രോഡക്ട്സ് വന്നിട്ട് ഭയങ്കര പോട്ടൻ്റാണ്. അതായത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലോണം എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഒരു സൂപ്പർവിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയണ്ടേ? ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവർ തന്നൊരു ക്രീം യൂസ് ചെയ്തിട്ടാണ് ഒരു റിയാക്ഷൻ ഉണ്ടായെങ്കിൽ നമുക്ക് ഉടനെ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെന്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റും, ഓരോരുത്തരുടെ സ്കിന്നിനും ഇതിനൊക്കെ അനുസരിച്ച്. പക്ഷെ നമ്മൾ തന്നെ പോയി മേടിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം അതാ, നമുക്ക് വേറെ ആരോട് ചോദിക്കാൻ പറ്റും ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഓൾവേസ് ബെറ്റർ ഇങ്ങനത്തെ ഫാർമസി ഇപ്പോൾ പക്ഷെ അവരെനിക്ക് തോന്നുന്നു അവരും മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്നാൽ പോലെ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണതാണ് നല്ലത്. നമ്മുടെ അതല്ലാത്ത നോർമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി മിക്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ അവർ സാലിസിലിക് ആസിഡ് സിറം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് വേറെ ഹൈലറോണിക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ ചേർന്ന് പോണ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് അളവിലായിരിക്കും സാലിസിലിക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻസ് വളരെ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പേർജിങ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ അല്ലാതെ നമ്മുടെ സ്കിന്ന് ബേൺ ആവണതോ തൊലി പോണതോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ചായിരിക്കും. പക്ഷേ മറിച്ച് നമ്മൾ ഫാർമസി പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ സ്പെഷ്യലി ഇങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, ഡ്രൈയിങ് ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെൽ ടേൺ ഓവർ ഒക്കെ കൂട്ടുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി റിയാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു സൂപ്പർവിഷനിൽ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ പ്രൈസ് വ്യത്യാസം മിക്കവരും നോക്കും. പ്രൈസ് വ്യത്യാസം ഇതിന് വളരെ കുറവാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഇപ്പോൾ ഇമോളൻസ് അങ്ങനെയുള്ള ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഗ്ലൈക്കോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ നമ്മുടെ സ്കിന്നിനെ പൊഴിച്ച് കളയാൻ കഴിവുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. നമ്മളുടെ സ്കിന്ന് വെച്ചിട്ട് കളിക്കരുത്. നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബ്യൂട്ടീനെക്കാട്ടിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്താണ്. ഓക്കെ, ഹെൽത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബ്യൂട്ടി ആസ്പെക്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നത് ഒരു ആളോട് ചോദിച്ച് നമുക്ക് അത്രയും ആവശ്യമാണ്, നമുക്ക് നമ്മുടെ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കുറയ്ക്കുകയാണ്, ഇങ്ങനെ ഒത്തിരി പിമ്പിൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ ഏജിങ് ഒക്കെ തോന്നുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ കുട്ടികളൊക്കെ മെസ്സേജ് അയക്കണം കാണുമ്പോഴേക്കും ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോ
അതായത് ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റോ ഇങ്ങനെ ഫാർമസി പ്രോഡക്ട്സിൻ്റെയോ ഒക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയണ കേട്ടിട്ട് ആരെങ്കിലും ഒരാൾക്ക് അത് മേടിക്കണം എന്ന് തോന്നിയാലോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് വേറൊരാൾ എന്തായാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും മേടിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. അങ്ങനെ മേടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് ഭയങ്കര ഒരു മനസ്സിനെ ഹേർട്ട് ചെയ്യിപ്പിക്കും. ഞാൻ കാരണമാണല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യാതിരുന്നത് കൊണ്ട് നിങ്ങളത് മേടിക്കാതിരിക്കില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അവയർനെസ് വീഡിയോ പോലെ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. എനിക്ക് എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചുറ്റിനും മാർക്കറ്റിലുള്ള എല്ലാ പ്രോഡക്ട്സും നല്ലതാണ്. ഞാൻ ഈ പ്രൊഡക്റ്റിനൊന്നും എതിരല്ല, പ്രോഡക്ട്സ് ഒക്കെ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മളുടെ സ്കിന്നിന് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള അളവിൽ ആവശ്യമുള്ള ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ ഡിപ്പെൻഡഡ് ആയിട്ട് ഒത്തിരി നിങ്ങൾ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇങ്ങനത്തെ പ്രോഡക്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. പിന്നെ ഏകദേശം ഇതേപോലെ തന്നെ സിമിലർ പെർഫോം ചെയ്യുന്നതാണ് കേട്ടോ റെറ്റിനോൾ. പിന്നെ ബക്കൂച്ചി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, അതും നല്ലത്. അത് കുറച്ചും കൂടി ജെന്റിലാണ്, കുറച്ചും കൂടി പ്രഗ്നൻസി സേഫാണ്. ഈ റെറ്റിനോളും അത്ര കണ്ട് പ്രഗ്നൻസി സേഫ് അല്ല, പക്ഷേ ഈ ബക്കുച്ചിയോൾ കുറച്ചും കൂടി പ്രഗ്നൻസി സേഫ് ആണ്. അതൊരു നാച്ചുറൽ പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള, അതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ഏത് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം റിസർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ട് മാത്രം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. കുറേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നതാണ്. വെറൈറ്റി വീഡിയോസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ടാഗിനകത്ത് ഈ പ്രോഡക്റ്റിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ജെന്റിൽ ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാറ്റാ.